പ്രവാസിയുടെ നൊമ്പരം ഭാഗം. സ്ഥിരമായി ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകാറുള്ളത് കൊണ്ട്, സൗദിയിലെ അറിയപ്പെട്ട കമ്പനിയിലെ ജോലിക്കാരനായതുകൊണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയതിനാൽ സാധാരണ കടന്നു പോകാറുള്ളത് പോലെ വാഹനം ചെക്ക് പോസ്റ്റിലെത്തി. പോലീസ് കൈ കാണിച്ചു. ഷാനവാസ് കൊടുത്തുവിട്ട കവറിൽ ചെക്ക് ചെയ്യാനുള്ള വെള്ളമല്ലെന്നും അത് ഒരുതരം യമാനി കഞ്ചാവാണെന്നും അറിയാത്ത അജു വണ്ടി നിർത്തി. പോലീസുകാരൻ യാ അല്ലാ താൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്താണ് അകത്തെന്ന് പോലീസ് ചോദിച്ചപ്പോൾ എല്ലാം കമ്പനിയുടെ സാധനമാണെന്നും നോക്കാനും പറഞ്ഞു. പോലീസുകാരൻ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഷാനവാസ് പറഞ്ഞു കൊടുത്ത പ്രകാരം പെട്ടെന്ന് തന്നെ ആ കേസ് കണ്ടെത്തി. കേസിൽ എന്താണെന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോൾ കളവ് പറയാത്ത അജു ഇത് വെള്ളമാണെന്നും സുഹൃത്തിന്റെ കമ്പനിയിലേക്കാണെന്നും ജിദ്ദയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും അജുവിനെ ഓർത്തെടുക്കാൻ പോലും ആയില്ല. പോലീസുകാരന്റെ കയ്യിന്റെ ചൂട് അജു ശരിക്കും അറിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് പോലും അജുവിന് അറിയില്ലായിരുന്നു. പോലീസുകാരുടെ അടിയുടെ ആഘാതത്തിൽ അജുവിന്റെ കണ്ണിന് ചുറ്റും പൊന്നീച്ച ശരിക്കും പറന്നു. പിന്നൊന്നും മിണ്ടാൻ അജുവിന് കഴിഞ്ഞില്ല. എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്നും ആ കേസിൽ എന്താണെന്ന് ചോദിക്കാൻ പോലും അജുവിനും ഷാനിദിനും കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ചെക്ക് പോസ്റ്റിൽ ഭക്ഷണം കിട്ടാത്തവന് കല്യാണം കണ്ടതുപോലെ അവിടെ മുഴുവനും പോലീസുകാരും വാഹനങ്ങളും മൊത്തത്തിലാകെ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമായി ആകെ ഒരു കോലാഹലം. അജുവിനെയും ഷാനിദിനെയും കാലിലും കയ്യിലും മൊത്തത്തിൽ ചങ്ങലയും ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാണ് അജുവും ഷാനിദും അറിയുന്നത് തങ്ങൾ ഇത്രകാലം ചങ്കായി കൂടെ കൊണ്ടു നടന്ന ഷാനവാസ് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ഇത്രയും സ്നേഹത്തിൽ നിന്നിട്ട് ഷാനവാസ് എന്തിനീ ചതി ചെയ്തു എത്ര ഓർത്തിട്ടും അതിന് ഉത്തരം കിട്ടാതെ അവർ ഒന്നുരുകി. പോലീസുകാർ അവരെ സ്റ്റേഷനിലെ ജയിലിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വലിയ ജയിലിലേക്ക് മാറ്റി. ഈ വിഷയം തന്റെ ജീവനോളം സ്നേഹിക്കുന്ന തന്റെ വീട്ടുകാരറിയാതിരിക്കാൻ അജു പ്രത്യേകം ശ്രദ്ധിച്ചു. അവരെ കുറിച്ചോർത്തപ്പോൾ തന്റെ ഹൃദയം പൊട്ടി. കുറച്ച് ദിവസം നാട്ടിലേക്ക് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാത്തും പതുങ്ങിയും കിട്ടുന്ന മൊബൈലുകളിൽ പല സമയങ്ങളിലും പല നമ്പറിലും നാട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു അജു. ഒരു മിനിറ്റെങ്കിലും തന്റെ ഈ വിധി അവരെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. സുമിയുടെ ചോദ്യങ്ങൾക്ക് ഓരോ തിരക്കുകൾ പറഞ്ഞ് അജു ഒഴിഞ്ഞു മാറി. ഓരോ ദിവസം കഴിയുന്തോറും അജുവിന്റെ വിളി കുറഞ്ഞു വന്നു. കൂടെ സുമിയുടെ സങ്കട കഥയും. ഇക്കയുടെ നമ്പറിൽ ഇപ്പോൾ വിളിച്ചാൽ റിങ് ചെയ്യാറില്ലെന്നും ഇക്കാക്ക് വിളിച്ചാൽ സംസാരിക്കാൻ മടിയാണെന്നും സുമയ്യ സ്ഥിരമായി അജുവിനോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഓരോ പരാതിയും അവന്റെ ഹൃദയം പിടഞ്ഞു. അവളുടെ സങ്കടങ്ങൾക്ക് അവനിലും മറുപടി ഒന്നുമില്ലായിരുന്നു. ഈ സംഭവങ്ങളൊന്നും അറിയാതെ മൻസൂർ ഒരു ജുമാ ദിവസം പള്ളിയിൽ നിന്നിറങ്ങി വൈകിട്ട് അജുവിനെ കാണാനായി അവന്റെ റൂമിലെത്തി. അവിടെ നിന്നുള്ള വാർത്ത മൻസൂറിന്റെ ഹൃദയം പൊളിച്ചു. അല്ലാ, താൻ എന്താ ഈ കേൾക്കുന്നേ? തന്റെ കൂട്ടുകാരൻ, തന്റെ പ്രിയ കൂട്ടുകാരന്റെ കുടുംബത്തിനോട് ഞാൻ എന്ത് സമാധാനം പറയും? മൻസൂർ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി റൂമിലേക്ക് നടന്നു. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അജു തന്നെ വിളിക്കുന്നതാണ്. 3-4 ദിവസമായി ഒരു വിവരവും ഇല്ലാഞ്ഞിട്ട്. പടച്ചോനെ, അജുവിന് എന്തായിരിക്കും പറ്റിയത്? അവൻ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യില്ല. എങ്ങനെയാ അവൻ ഇതിൽ പെട്ടത്? ഇനി അങ്ങനെയുള്ള വല്ല അബദ്ധത്തിലും തങ്ങൾ അജു എത്തിപ്പെട്ടോ? സുൽഫിയെ വിളിച്ച് കാര്യം പറഞ്ഞാലോ? എങ്ങനെയാ അവനെ അറിയിക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, സത്യം എന്താണ് തനിക്കറിയണം, എന്നിട്ട് ബാക്കി. റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്ന മൻസൂർ നേരെ പോയത് അജുവിന്റെ ജിസാനിലുള്ള സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ്. ജിസാനിലെത്തി അയ്യൂബിനെയും മറ്റു 2 സുഹൃത്തുക്കളെയും മൻസൂർ കണ്ട് സംസാരിച്ചു. ഷാനു അവിടെ ഇല്ലായിരുന്നു. കുറച്ച് നാളായിട്ട് അജുവിനോട് ഷാനുവിന്റെ പെരുമാറ്റത്തിൽ വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. അല്ലാതെ ഇതുമായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരറിവില്ലെന്ന് അവരും മറുപടി പറഞ്ഞു. അജുവിനെ കാണുക തന്നെ ഈ സംഭവത്തിന്റെ യഥാർത്ഥ വിശദീകരണം തനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ മൻസൂർ അജുവും ഷാനിദും കിടക്കുന്ന ജയിലിലെത്തി. ജയിലിൽ സൂപ്രണ്ടിനോട് അജുവിനെയും ഷാനിദിനെയും കാണാൻ മൻസൂർ അനുവാദം ചോദിച്ചു. മൻസൂറിനെ കണ്ട് അജു പൊട്ടിക്കരഞ്ഞു. ഇക്ക, എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾ വേണ്ടാത്ത ഒന്നിനും പോയിട്ടില്ല. ഞങ്ങൾ അവൻ ചതിച്ചതാ. അവരുടെ സംസാരത്തിലൂടെ മൻസൂറിന് കാര്യങ്ങൾ പിടികിട്ടി. പക്ഷേ
എന്തിനു വേണ്ടിയാണ് ഈ പാവങ്ങളെ ഈ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചത്? അതറിയണം. അജുവിനെയും ഷാനിദിനെയും സമാധാനിപ്പിച്ചു. വീണ്ടും മൻസൂർ ജിസാനിലേക്ക് പുറപ്പെട്ടു, ഷാനു എന്ന ഷാനവാസിനെ കാണാൻ. മൻസൂർ ഷാനവാസിനെ കണ്ടു സംസാരിച്ചപ്പോഴാണ് തന്നെയും തന്റെ സ്നേഹത്തെയും മനസ്സിലാക്കാതെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച അബ്ദുള്ള മാസ്റ്റർക്കും അയാളുടെ മകൾക്കും താൻ കൊടുക്കുന്ന സമ്മാനമാണ്. ഒരുപാട് നാളായി ഞാൻ കാത്തിരിക്കുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ അവളെ കെട്ടിയവൻ എനിക്ക് മുന്നിൽ വന്നു നിന്നു. അവൾക്ക് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കണം. അല്ലേ, അത് ഈ ജന്മം നടക്കില്ല. മൻസൂർ ഭായ്, അവൻ ചിരിച്ചു. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. അവന്റെ ആ പരിഹാസ ചിരിയിൽ മൻസൂർ നിന്ന് ഉയർത്തു. ഒന്നും പറയാതെ മൻസൂർ സങ്കടത്തോടെ അവിടെ നിന്നിറങ്ങി. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.